ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ അത്രയും വിഷമിച്ചുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേന്ന് ഇവർ ആമിക്ക് കൂടുണ്ടാക്കാൻ നിന്ന കാരണം ഇന്ന് എനിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഞാൻ ഇവർ എനിക്കുമ്പോഴേക്കും വേഗം നൂൽപുട്ടും തേങ്ങാപ്പാലും അതേപോലെ തന്നെ തലേ ദിവസത്തെ ചിക്കൻ കറിയും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ അടിയത്തോടെ അങ്ങനത്തെ പരിപാടികളൊക്കെ വേഗം കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ വീട്ടിൽ പോകുമ്പോഴേക്കും എല്ലാ പണികളും സെറ്റ് ആക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാതിരുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഈ വീഡിയോയും പണികളും എല്ലാം കൂടി ഒരുമിച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒക്കെ ഷടപടയെന്ന് ഓടിപ്പടഞ്ഞ് ചെയ്യായിരുന്നത്. പിന്നെ ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പാക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദർശനും ഈ ഒരു യാത്ര ഭയങ്കര ടെൻഷനും അതേപോലെ ഒരുപാട് വിഷമമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. എൻ്റെ ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാവും ഇങ്ങോട്ട് വരുന്നുണ്ടാവുക, വേറെ ഒന്നുമല്ല കേട്ടോ. ആദർശയുടെ മലപ്പുറത്ത് പുതിയൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് സ്ഥിരം വീട്ടിലേക്ക് വന്ന് പോകാൻ പറ്റില്ല. പിന്നെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ നിർത്തി പോകാനും പറ്റില്ലല്ലോ. അപ്പം എന്നെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഇനി ഒരു മാസം കുറച്ച് നാളത്തേക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ കുപ്പിവെള്ളം എനിക്ക് വീഡിയോസൊക്കെ ഓൾറെഡി എടുക്കാണ്ടാവുമല്ലോ. പിന്നെ കുപ്പിവെള്ളം ഒരു തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ എടുത്ത് വയ്ക്കാൻ പറ്റിയൊരു സ്ഥലം എൻ്റെ റൂമിലില്ല കേട്ടോ. പിന്നെ വേറെ എവിടെയും വെച്ചിട്ട് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട വിചാരിച്ചിട്ട് അതെല്ലാം ഞാൻ അങ്ങോട്ട് പറക്കിയെടുത്തു. പിന്നെ ചെറുപ്പയിൽ ഇറങ്ങിയിട്ട് നമ്മൾ കൊറിയറൊക്കെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് സേഫ് ആക്കിയിട്ട് പോയാണ്ട്. അപ്പോൾ പൊന്നൂസിന് തിരിച്ച് വയനാട്ടിലേക്ക് പോകും. അപ്പോൾ അവനെ നമ്മൾ മെഡിക്കൽ കോളേജ് ഇറക്കി. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പന്തീരങ്കാവ് നമ്മുടെ ഹൈലൈറ്റിൻ്റെ അതിയാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ പുതിയ ടോളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. അങ്ങനെ ആദർശനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഞാൻ എനിട്ടുണ്ടായിരുന്നത്. ആദർശൻ്റെ കണ്ണെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാനുണ്ടോ. കാരണം മാമിക്ക് കൂടെ വെൽഡ് ചെയ്യുമ്പോൾ അത് നോക്കി നിന്നിട്ട് കണ്ണിന് ആകെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഒക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ കൈയൊന്ന് ശ്രദ്ധിച്ചത്. ആകെ പൊള്ളിയ പാടും ആകെ ഒരു വൃത്തികേടായിരിക്കാൻ കേട്ടോ. പിന്നെ നല്ല മന്തിയായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവരുടെ അടുത്തൊരു ഗ്രേവി ചോദിച്ചതായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ടൊമാറ്റോ സോസ് കൊടുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്രേവി കിട്ടില്ല തോന്നുന്നു. നമുക്ക് അവിടെ ഗ്രേവി എന്ന് പറഞ്ഞാൽ നമുക്ക് അൽഫാമിൻ്റെ ഒക്കെ ഗ്രേവി കിട്ടും കേട്ടോ. അപ്പോൾ അവർ പച്ചമുളക് എന്തൊക്കെയോ കൊടുന്നു കേട്ടോ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ വീട് എത്താറായപ്പോൾ അർജുന ഉണ്ട് കേട്ടോ. അപ്പോൾ അർജുൻ ആദർശൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ ആദർശാണ് വെച്ചാൽ കണ്ണിന് ഭയങ്കര അടങ്ങാറായിട്ട് മുഖം ഇങ്ങനെ കഴുകിക്കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ വീടെത്തിയപ്പോഴേക്കും അച്ഛനെതേ വന്നു. പിന്നെ ആമിയുടെ കൂടെ കുറേ സാധനങ്ങൾ ഇറക്കാണ്ടല്ലോ. അപ്പോൾ ആമീനെ ഇനി കൂട്ടിലാക്കിയിട്ട് ഇവിടെ സൈഡാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഇറങ്ങുന്ന സമയത്ത് മാളുമേനെ കണ്ടു. അങ്ങനെ ഇത് അച്ഛനും ആദർശനും കൂടിയിട്ട് ആമിയുടെ കൂടെ ഒക്കെ നമ്മുടെ ഷീറ്റിട്ട ഭാഗത്തേക്ക് വെക്കായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെയും കുറേ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇതേ അമ്മ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആദർശന് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഓംലേറ്റ് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ആദർശന് ചായയും പിന്നെ ആദർശന് തലവേദനയ്ക്കുണ്ട് പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇത് തലവേദനയ്ക്ക് മറ്റേ കഷായമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ കുറച്ചേരം ഉമ്മർത്തിരിക്കുമ്പോഴാണ് ചേച്ചിയും തേജപ്പനും ഈശ്വരനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ. അവർ വരുന്നതൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ തേജപ്പനെ എടുത്തിട്ട് അമ്മ വരുന്നുണ്ട്, അവന് ആമി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണണം എന്നുള്ള ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അവളും തേജപ്പനും കൂടിയിട്ട് നേരെ ആമിയുടെ അടുത്തേക്ക് ഓടിട്ടോ. അപ്പോൾ ആമീനെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദർശത്തെ ഇത് സ്കൂട്ടി നോക്കാനുണ്ടോ. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. നാളെ ആദർശനെ തിരിച്ചു പോവും. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇതേ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മുറിച്ചു തന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് ഉമ്മറത്തന്നെ എല്ലാ കോട്ടോളും അമ്മ അങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് ചോദിക്കേണ്ടത് എന്തിനാടോ ഇട്ടേന്ന്. പിന്നെ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനും കേട്ടോ. പിന്നെ ഇതാ ഇനി തൊട്ടിട്ട് എൻ്റെ ഒറ്റയ്ക്കുള്ള വ്ളോഗ്സും ആദർശൻ്റെ ഒറ്റയ്ക്കുള്ള വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ.